നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ക്ലാരമ്മേ, എന്താ ഇത്? എന്റെ ഈശ്വര, ഇവക്കിതെന്ത് പറ്റേ? എന്തോ ആപത്ത് വരാൻ പോകുന്നു. ഇന്നലെ രാത്രി കണ്ടത് വെറും ട്രെയിലർ മാത്രം. ഞാനറിയാതെ ഏതോ പുതിയ തന്ത്രമായിട്ട് ഇറങ്ങിയിരിക്കുക. ഒറ്റയ്ക്ക് ജയിക്കാവുന്ന വിചാരം കാണിച്ചു തരാം ഞാൻ. അമ്മേ ദേവി ഭഗവതി, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവരെയും രക്ഷിക്കണേ. അതെപ്പം മുതല്? എന്റെ ഈശ്വര, എന്നെക്കാളും വലിയ ഭക്തയോ? എന്താ എല്ലാവരും ഇങ്ങനെ നോക്കുന്നേ? വന്ന് ദീപത്തിൽ നമസ്കരിക്കും. മുത്തശ്ശി, എന്താണ് മോളെ, നിനക്കിന്ന് എന്ത് പറ്റി? എന്ത് പറ്റാൻ? ദൈവത്തെ തിരിച്ചറിയുമ്പോ ഇങ്ങനെ ഓരോ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമല്ലേ മാമ? എന്തേ വരാൻ ഇത്ര വൈകിയെന്ന് ദൈവം എന്നോട് ചോദിച്ചു. ചോദിക്കും, എന്നോടും ചോദിക്കാറുണ്ട്. ഭഗവാനിൽ മനസ്സുറപ്പിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോ ഇവിടെ ഒരു ആശ്രമത്തിനുള്ള സ്കോപ്പ് ഉണ്ടല്ലേ? പരസ്യമൊന്ന് നിർത്ത. ഞാൻ ചോദിക്കട്ടെ, എന്താ നിന്റെ ഉദ്ദേശം? മനസ്സിലായില്ല. ഈ വേഷം കെട്ടലിന്റെ അർത്ഥം എന്താന്ന്? ഇത് വേഷം കെട്ടലാണെന്ന് മുത്തശ്ശിയോട് ആരാ പറഞ്ഞത്? ഒരാളെ നന്നാവാന് സമ്മതിക്കില്ലേ? നിങ്ങളെന്താ മാറി നിൽക്കുന്ന? ദീപത്തെ നമസ്കരിക്ക്. ഓം സഹനാവവതു സഹനൗ പുനക്തു സഹ വീര്യം കരവാവഹേ തേജസ്വിനാവതീതമസ്തു മാ വിദുഷ്വാവഹേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശാന്തി. നമസ്കരിച്ചു. മടിക്കണ്ട, നമസ്കരിച്ചോളൂ. മോനെ, ദീപ നമസ്കാരം നടത്ത്. ആരും അത്ഭുതപ്പെട്ട് നോക്കണ്ട, ഇത് ഞാൻ തന്നെയാ, ചെമ്പകശ്ശേരിയിൽ ആത്മജ. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. അറിഞ്ഞോ അറിയാതെയോ എന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്.
അതൊന്നും ആരും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഇന്നലെയോളം ഞാൻ ആരെങ്കിലും നോവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് പൊറുക്കണം. പാപിക്ക് പശ്ചാത്തപിക്കാൻ ഒരവസരം തരണം. ആമി, നീ ഇന്നലെ രാത്രി തുടങ്ങിയത് ഭ്രാന്ത്. മതി, നിർത്ത്. എന്താ എന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? എന്റെ ഉദ്ദേശങ്ങളെല്ലാം നല്ലത് മാത്രമാണ് ദത്തേട്ട. ഇടി എന്ന് കാണുന്ന ഞാൻ കൂടി തോന്നണ്ടേ? ജീവിതം ക്ഷണികവും വളരെ നിസ്സാരവുമല്ലേ ദത്തേട്ട? ദത്തേട്ടൻ കേട്ടിട്ടില്ലേ? ഓർത്താൽ ജീവിതം ഒരു ചെറിയ കാര്യം, ആർത്തി കാണിച്ചിട്ടെന്ത് കാര്യം. അത് ശരിയാ. ഇനി മുതല് ഞാനൊരു പുതിയ ആത്മജയായിരിക്കും. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ആത്മജ. നിങ്ങളുടെയൊക്കെ സ്നേഹം കൊതിക്കുന്ന ഒരു പാവം ആത്മജ. എന്നോട് പൊറുക്കാനും മറക്കാനുമുള്ള വിശാലമായ മനസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. എന്നാലും എന്റെ മോളെ, നിന്റെ അമ്മ ഇത്ര ഭാഗ്യദോഷിയായി പോയല്ലോ. നിന്നെ കൊതി തീരെ ഒന്ന് ലാളിക്കാൻ പോലും ദൈവം എനിക്ക് അവസരം തന്നില്ലല്ലോ. ഞാൻ ഈ സങ്കടങ്ങൾ ആരോട് പറയും? ഏത് നിമിഷവും മരിക്കാവുന്ന ഒരു രോഗിയാണ് ഞാനെന്ന ഞെട്ടിക്കുന്ന സത്യം ഞാൻ ആരോട് പറയും മോളെ? മോളെ, എനിക്കിപ്പോ അറിയണം ഒരു തീരുമാനം. എന്താ ചേച്ചി? അല്ല, എന്താ മോളുടെ ഉദ്ദേശം? എന്തുദ്ദേശം? ഒരുമാതിരി ആളെ മണ്ടിയാക്കരുത് കേട്ടോ. മോൾ എന്ത് കളിയായി കളിക്കുന്നത്? മോൾ എന്താ വിചാരിച്ചത്? ആർക്കും ഒന്നും മനസ്സിലാവില്ലെന്നോ? അന്നത്തെ പോലെ എന്നെ അറിയിക്കാതെ ഒറ്റയ്ക്ക് ജയിക്കാൻ ഇറങ്ങിയിരിക്കുക അല്ലേ? അന്ന് സംഭവിച്ച പോലെ തന്നെ ഇപ്പോഴും സംഭവിക്കും. ഒടുക്കം തോറ്റു തുന്നം പാടുമ്പം കൂടെ ഇരുന്ന് കരയാനും കണ്ണീര് തുടയ്ക്കാനും ഞാൻ മാത്രമേ കാണൂ. ചേച്ചി എന്തറിഞ്ഞിട്ടായി പറയുന്നത്? പിന്നെ മോൾ ഈ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളൊക്കെ എന്താ? ഒറ്റയടിക്ക് നന്നായി എന്ന് അഭിനയിച്ചാൽ ആരെങ്കിലും വിശ്വസിക്കുന്ന വിചാരം? അതിന് ഞാൻ അഭിനയിച്ചതാണെന്ന് ചേച്ചിയോട് ആരാ പറഞ്ഞത്?